നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 വെള്ളിയാഴ്ച, കുംഭം 29. ആശങ്കകളുടെയും സംഘർഷത്തിന്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ കാലമാണെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായി വരട്ടെ. പറയാനുള്ളത് LPG പാചക വിതരണവുമായി ബന്ധപ്പെട്ട സംഘർഷം ഉൾപ്പെടെ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വാർത്തകൾ തന്നെയാണ്. ഒപ്പം തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പാർട്ടികളുടെ എല്ലാം മീറ്റിങ്ങുകളും യോഗങ്ങളും എല്ലാം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. വിശദമായ വാർത്തകളിലേക്ക് ന്യൂസ് ബ്രേക്സ് കിടക്കുകയാണ്. മധ്യപൂർവേഷ്യൻ സംഘർഷം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവിടെ ആ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുകയാണ്. മുസ്തഫ ഖമനയി IRGCയുടെ കളിപ്പാവ എന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം അറബ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രി 50ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണ ശ്രമമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ 10 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ടതായി UAE അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് വില ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇറാന്റെ ആണവ ലക്ഷ്യങ്ങളെ ചൊല്ലി അമേരിക്കയും റഷ്യയും ചൈനയും വാക്പോര് നടത്തി. മുഹമ്മദ് റഹീസ് ദുബൈയിൽ നിന്ന്, ഒപ്പം ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന്, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരും. ആദ്യം റഹീസ്, എന്താണ് ഇന്നത്തെ അവിടുത്തെ സാഹചര്യം? മധ്യപൂർവേഷ്യയിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്ഥിതിഗതികൾ ആശ്വാസത്തിന് വകനൽകുന്ന എന്തെങ്കിലും വാർത്തകൾ, റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? ദില്ല, ഗുഡ് മോർണിംഗ്. ഇന്ന് നിലവിൽ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതിൽ സൗദി അറേബ്യ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കാര്യമായിട്ടുള്ള ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം. ആക്രമണ വിവരങ്ങൾ അങ്ങനെ പുറത്തു വന്നിട്ടില്ല. അതിൽ തന്നെ UAE-യിൽ ഇന്നലെ രാത്രി അലേർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ രാത്രിയൊക്കെ 2 തവണ അലേർട്ട് ലഭിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നലെ ഒരു നിലയ്ക്കും അലേർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത്തരത്തിൽ വലിയ ആക്രമണം ഇന്നലെ UAE ലക്ഷ്യം വെച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ തരത്തിൽ UAE-യിൽ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. ഇന്നലെ യാതൊരു തരത്തിലും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു തരത്തിലുള്ള അറിയിപ്പുകളോ അപ്ഡേറ്റുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആക്രമണങ്ങളുടെ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ ഈ അപായ സൂചനകളോ മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ഒമാനിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖത്തറിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ ഇപ്പോഴും അലേർട്ടിലാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപും ബഹ്റൈനിൽ അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ആളുകളോട് സുരക്ഷിതരായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നലെ 2 തവണ രാത്രിയും ബഹ്റൈനിൽ ഇത്തരത്തിൽ അപായ സൂചന മുഴങ്ങിയിരുന്നു. അപ്പോൾ അവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സൗദി അറേബ്യ മാറ്റി നിർത്തിയാൽ മറ്റ് ഗൾഫ് മേഖലകളിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും രാത്രി തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടാറുണ്ട്. ആ നിലയ്ക്ക് അത് ഉണ്ടായിട്ടില്ല. അത് ആശ്വാസം നൽകുന്നു. പക്ഷേ ഇത്തരത്തിൽ സൗദിക്ക് നേരെ ഉണ്ടായ ആക്രമണം അത് വലിയ ആക്രമണം തന്നെയാണ്. ഒരു സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന രീതിയിൽ കൂടി അതിനെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കാര്യമായിട്ടുള്ള പ്രാർത്ഥനകൾ അടക്കം ഇന്ന് മസ്ജിദുകളിൽ ഉൾപ്പെടെ ഈ സംഘർഷം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഉള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ. ശരി, മുഹമ്മദ് റഹീസാണ് UAE-യിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് സൗദിയിലേക്കാണ്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നു. ജലീൽ, എല്ലാ ദിവസവും പുലർച്ചെ നമ്മൾ പറയുന്നത് രാത്രിയിൽ നിർവീര്യമാക്കി അല്ലെങ്കിൽ പ്രതിരോധിച്ച ഡ്രോൺ ആക്രമണത്തെ പറ്റിയാണ്. പക്ഷേ ഇന്നലെ രാത്രി സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ഒരു വലിയ ആക്രമണത്തെ തന്നെ സൗദിക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നു. സൗദി പ്രധാന ടാർഗറ്റായി മാറുകയാണോ? ഗോകുൽ, ദിൽന, സൗദി അറേബ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാത്രി സൗദിക്ക് നേരെ ഉണ്ടായത് നിരവധി ആക്രമണങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 50ഓളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ആദ്യമായാണ് ഇത്രയധികം ആക്രമണം ഒരു രാത്രി സൗദി നേരിടുന്നത്. കിഴക്കൻ പ്രവിശ്യ ഷൈബ എണ്ണപ്പാടം, അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ലക്ഷ്യമിട്ടെത്തിയ 49 ഡ്രോണുകളും അതോടൊപ്പം തന്നെ 2 മിസൈലുകളും
സൗദി പ്രതിരോധ സേന വിജയകരമായി തകർത്തു. റിയാദ്, അൽഖർജ് ഉൾപ്പെടെയുള്ള മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലുമാണ് കൂടുതൽ ആക്രമണങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നത്. സ്വദേശികളും വിദേശികളുമൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അൽഖർജ് മേഖലയിലുള്ളവരുടെ മൊബൈൽ ഫോണുകളിൽ ഇന്നലെ രാത്രി ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപകട സാധ്യത ഇല്ലാത്തതോടെ ഇത് സംബന്ധമായ വിവരം അതും സ്വദേശികൾക്കും വിദേശികൾക്കും ഒക്കെ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുകയും ചെയ്തു. സൗദിയെ സംബന്ധിച്ചിടത്തോളം അപകട മുന്നറിയിപ്പ് സന്ദേശം ഇങ്ങനെ ലഭിക്കുന്നത് വളരെ കുറവാണ്. കാരണം ജനവാസ മേഖലയിൽ പൊതുവെ ആക്രമണങ്ങൾ കുറവാണ്. എന്നാൽ അപകട സാധ്യത ഇല്ലാത്ത ചില സ്ഥലങ്ങളിലും ഇന്നലെ ആളുകൾക്ക് മൊബൈലിൽ വാർണിംഗ് മെസ്സേജുകൾ ലഭിച്ചത് ചെറിയൊരു ആശങ്ക പരത്തിയിരുന്നു. തവക്കൽ ആപ്പിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഈ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലും സന്ദേശം എത്താൻ കാരണം എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ അധികൃതർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. വാർണിംഗ് മെസ്സേജ് വന്നാൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുന്നുണ്ട്. ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടം കൂടാനോ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താനോ ശ്രമിക്കരുത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കെട്ടിടങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായി ഇരിക്കണം. ജനലുകൾക്കും ബാൽക്കണികൾക്കും അരികിൽ നിൽക്കരുത്. സഹായത്തിനായി മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നീ ഭാഗങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിൽ വിളിക്കണം. മറ്റു പ്രദേശങ്ങളിലുള്ളവർ 998 എന്ന നമ്പറിൽ ബന്ധപ്പെടണം തുടങ്ങിയവയൊക്കെ ഈ നിർദ്ദേശങ്ങളിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആക്രമണങ്ങൾ പരിസ്ഥിതിക്ക് വലിയ ഭീഷണി ഉണർത്തുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എണ്ണക്കപ്പലുകൾക്കും ടാങ്കറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ സമുദ്ര മലിനീകരണത്തിനും അതോടൊപ്പം തന്നെ വായു വിഷാംശം കലരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഇത് കടൽ ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. തീരപ്രദേശങ്ങളിലെ ഭൂഗർഭ ജലത്തെ പോലും ഇത് ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെ സൗദിയിലെ പരിസ്ഥിതി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. നയതന്ത്ര നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ പാക് പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ജിദ്ദയിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളും നിലവിലെ സാഹചര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായും ചർച്ചയായത്. സൗദിയും പാകിസ്ഥാനും നമുക്കറിയാം, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ ഒരു പ്രതിരോധ കരാർ നിലവിലുണ്ട്. സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ സൗദിയോടൊപ്പം ചേർന്ന് പാകിസ്ഥാനും അതിനെ പ്രതിരോധിക്കും എന്ന് കരാറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ സൗദി കിരീടാവകാശിയുടെയും പാക് പ്രധാനമന്ത്രിയുടെയും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇതിനു പുറമെ സൗദിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സൗദി ആഭ്യന്തരമന്ത്രിയും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും തമ്മിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടന്നിരുന്നു. ഗോകുൽ. യെസ്, സൗദിയിലെ സാഹചര്യങ്ങൾ പറയുകയായിരുന്നു ജലീൽ കണ്ണമംഗലം. ഇനി മധു കൊട്ടാരക്കരയിലേക്ക് കൂടി പോവുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൂടി ചേരുന്നുണ്ട്. മധു, യുദ്ധം എന്ന് അവസാനിക്കുമെന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഉത്തരം. അതാണ് അതിൽ ഒരു ഉത്തരം പറയേണ്ടത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. അവരാണല്ലോ യുദ്ധം തുടങ്ങി വെച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ ഈ യോഗത്തിനിടെ ഇറാന്റെ ആണവ ലക്ഷ്യത്തെ ചൊല്ലിയുള്ള തർക്കം, അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിൽ വലിയ വാക്പോരുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതുതായി പ്രേക്ഷകർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. എല്ലാം ശ്രദ്ധയും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്നത്. കാരണം റഷ്യയും ചൈനയും ഇറാനും അമേരിക്കയും എല്ലാം ഈ സുരക്ഷാ കൗൺസിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വാക്പോരുകളും ഓരോ ദിവസവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് രൂപീകരിച്ച 1737 കമ്മിറ്റിയുടെ പ്രവർത്തനം തടയുവാൻ റഷ്യയും ചൈനയും ഇന്ന് ശ്രമിച്ചെങ്കിലും മറ്റ് 11 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി അമേരിക്കയ്ക്ക് ഇതിൽ മറികടക്കുവാൻ സാധിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളും ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് US അംബാസഡർ മൈക്ക് വാൾസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നിരോധിക്കണമെന്നും ഇറാനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സാമ്പത്തിക സോഴ്സുകൾ എല്ലാം മരവിപ്പിക്കണമെന്നും അദ്ദേഹം കൗൺസിലിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനെ സംരക്ഷിക്കാനാണ് റഷ്യയും ചൈനയും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അമേരിക്കയുടെ ഒരു പ്രസ്താവനയായിട്ട് പറയുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ലോകമെമ്പാടും അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണെന്നാണ് ഇതിന് തിരിച്ചടിയായിട്ട് റഷ്യൻ അംബാസഡർ വാസ്ലി നെവൻസി ആരോപിച്ചത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഒരു റിപ്പോർട്ടിലും സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇറാന്റെ പ്രതികരണം ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായിട്ടുള്ളതാണെന്നാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസഡർ കൂടിയായ അമീർ സയ്യിദ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന
നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപരോധത്തെയും ഇറാൻ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകയും ചെയ്തു. അതേസമയം നെതന്യാഹു ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായി പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ മുൻനിര ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടതായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നു. അതുപോലെ IRGCയുടെ പാരാമിലിറ്ററി വിഭാഗവും ഇതിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതായിട്ട് അദ്ദേഹം പറയുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമേനി വെറും ഒരു പാവം മാത്രമാണെന്ന് പരിഹസിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു. നമുക്ക് ഏറ്റവും ആശങ്കയുള്ളവ ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എങ്ങനെയാണ് എണ്ണവില പോകുന്നതെന്നാണ്. ഇന്നും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള എണ്ണ സൂചികയായ ബ്രെന്റ് ക്രൂഡ് ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നിരിക്കുകയാണ്. അതേസമയം ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് US നാവികസേന സുരക്ഷാ അകമ്പടി നൽകുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. ദിൽന ഗോകുൽ. തീർച്ചയായും അതാണ് അന്താരാഷ്ട്ര ചർച്ചകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിലൊരു ഫ്രൂട്ട്ഫുള്ളായ ഒരു തീരുമാനത്തിലേക്കോ ഒരു പിന്നോട്ട് പോക്കിലേക്ക് രാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മാത്രമല്ല 250 സംഘടനകൾ അമേരിക്കയിലെ തന്നെ ഈ യുദ്ധത്തിനുള്ള ഫണ്ടിങ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ എണ്ണവില കൂടുന്നതും ഈ സാമ്പത്തിക മേഖലയിലെ തിരിച്ചടി, ഓഹരി വിപണിയിലെ തിരിച്ചടിയൊക്കെ അമേരിക്കയിൽ വലിയ മുറിവുണ്ടാക്കുമ്പോഴും അങ്ങനെ ആക്രമണങ്ങൾ തുടരുകയാണ്. അമേരിക്കയിൽ മാത്രമല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം സാധാരണക്കാരുടെ ജീവിതമാണ് വലിയ രീതിയിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിലേക്കൊക്കെ വന്ന് യുദ്ധം തൊടുകയാണ്. ആ സാഹചര്യം സമാനതകളില്ലാത്തതാണ്. എങ്ങനെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നടക്കുന്ന ഒരു യുദ്ധം നമ്മളെ ബാധിക്കുന്നതെന്ന് നമ്മൾ നേരിട്ടറിയുന്ന ദിവസങ്ങളാണ്. പാചകവാതക പ്രതിസന്ധിയിൽ ആശങ്ക തുടരുകയാണ്. സംസ്ഥാനത്ത് നിരവധി ഹോട്ടലുകൾ അടച്ചു. തലസ്ഥാന നഗരത്തിൽ 10% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചു. ഗാർഹിക ആവശ്യങ്ങളിലെയും പെട്രോൾ പമ്പുകളെയും പ്രതിസന്ധി വൈകാതെ ബാധിക്കുമെന്നാണ് വിവരം. ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പ്രഥമ പരിഗണന നൽകാനാണ് ആലോചന. പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം വിഷയം ഉയർത്തും. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്കാണ് മലബാർ ഗ്യാസ് ഏജൻസി കട്ടപ്പന അവിടെ നിന്നുള്ള ഇടുക്കിയിൽ നിന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഈ ആഴ്ച ലോഡ് വന്നിട്ടില്ല. ഈ ആഴ്ചയിൽ ഞങ്ങൾ ലോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ മുതലൊക്കെ ഞങ്ങളിപ്പോൾ ഇന്നലെയും കൂടി കുറച്ചുണ്ടായിരുന്നു, സപ്ലൈ ചെയ്തു. ഇപ്പോൾ നാളെയൊക്കെ കൊടുക്കണമെങ്കിൽ ലോഡ് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. കമ്പനി എന്ന് തരാമെന്ന് പറയുന്നില്ല. കമ്പനിയിൽ പ്രോഡക്റ്റ് സ്റ്റോക്കില്ല. കമ്പനിയിൽ നിന്ന് ലോഡ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിലവിൽ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. കൊമേഴ്സ്യലാണ് മെയിനായിട്ട്. ഡൊമസ്റ്റിക്കിന് കമ്പനികൾ കുറച്ച് ലോഡുകൾ കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ലോഡുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊമേഴ്സ്യലിന് തീരെ ലോഡ് കിട്ടുന്നില്ല. വാണിജ്യാവശ്യമുള്ള സിലിണ്ടറുകൾക്കാണ് ഏറ്റവും ഷോർട്ടേജ് വരുന്നത്. പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാനായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ എന്നിവർ ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ് പോകുന്നത്. ബൽറാം, ഈ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട്, ഇന്ധന വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവും ഉണ്ടായില്ല, ക്ഷാമം ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലടക്കം അറിയാം, മറ്റ് മുംബൈ, ചെന്നൈ, ബംഗളൂരു ഒക്കെ എടുത്താൽ ഹോട്ടലുകൾ നേരത്തെ തന്നെ പൂട്ടി. സംസ്ഥാനത്തും അതേ സാഹചര്യം വരുന്നു. ഈ അവശ്യ സാധന നിയമം അത് പ്രയോഗിക്കുമ്പോൾ ഈ പ്രയോറിറ്റിയിൽ ഹോട്ടലുകൾ വരാത്തത് ഒരു ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവശ്യ വസ്തു നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ആണ് അതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPGയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഈ പെട്രോളിയം ശുദ്ധീകരണ ശാലകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അത് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അത്തരം ഒരു തീരുമാനമെടുത്തത് എങ്കിൽ ഈ പുതിയ കാലത്ത് കൂടുതലായും ആളുകൾ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഹോസ്റ്റലുകളെ തുടങ്ങിയവയെ വ്യാപകമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ജനസംഖ്യ കൂടുതലുള്ള വൻ നഗരങ്ങളിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അത് ബാധിച്ചു തുടങ്ങിയത് എങ്കിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോലും ഈ പ്രതിസന്ധി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലും സമാനമായി പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ എന്നുള്ളതാണ് സാഹചര്യം. ഡൽഹിയിൽ ഗാർഹിക മേഖലയിലും ഹോട്ടലുകളിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ഈ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ പ്രതിസന്ധി എത്തിയിരിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ നിലവിൽ അത്തരത്തിലുള്ള ഒരു ക്ഷാമം രാജ്യത്തില്ല എന്ന് ആവർത്തിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് യാതൊരു തരത്തിലുള്ള ക്ഷാമവുമില്ല.
കൂടാതെ ഗാർഹിക ആവശ്യത്തിനുള്ള LPG ഉൽപാദനം കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 28% വർദ്ധിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിൽ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു. അത് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. എന്നാൽ ഈ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്താൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അന്തർമന്ത്രാലയ സമിതിയിൽ ഷിപ്പിംഗ് മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഉൾപ്പെടുന്ന സമിതിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളും അത്തരത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇതുവരെ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രാജ്യത്തേക്ക് 2 കപ്പലുകൾ കൂടി LPG ചരക്കുള്ള 2 കപ്പലുകൾ കൂടി എത്തിച്ചേരുന്നതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് സർക്കാർ. അത് പ്രതിസന്ധി ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കുമെന്ന ഉറപ്പുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവർത്തിക്കുന്നത്. അതേസമയം പ്രതിസന്ധി ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ശരി, ദേശീയ തലത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ ലാൽകൃഷ്ണ തയ്യാറാണ്. ലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിലെന്തെങ്കിലും മാറ്റം സംസ്ഥാനത്തുണ്ടാവുന്നുണ്ടോ? കൊച്ചിയിലും ഒപ്പം മധ്യ കേരളത്തിലും ആകെ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? ഗുഡ് മോർണിംഗ്. പൊതുവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ക്ഷാമം എന്ന രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ക്ഷാമം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലയിടങ്ങളിലും ഗ്യാസ് കിട്ടാക്കനെയാണ്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള ഗ്യാസിൻ്റെ കാര്യത്തിലാണ് പലയിടങ്ങളിലും പ്രതിസന്ധി. അത് കൊച്ചി നഗരമടക്കമുള്ള ഈ മധ്യ കേരളത്തിലുള്ള പല ജില്ലകളുടെയും ആസ്ഥാന പ്രദേശങ്ങളിൽ ഈ പ്രശ്നം വലിയ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോട്ട്ലൈൻ റെസ്റ്റോറൻറ്റ് അസോസിയേഷനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഈ നഗരഹൃദയങ്ങളിൽ പലയിടത്തും 20% ഹോട്ടലുകൾ അടച്ചിടേണ്ട ഒരു ഗതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ ലഭ്യത തന്നെയാണ്. മലയോര മേഖലയിലടക്കം ഗ്യാസിൻ്റെ ലഭ്യതയിൽ ചെറിയ രീതിയിലുള്ള ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അത് ഈ ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാലതാമസവും അവൈലബിലിറ്റി അടക്കമുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിൽ പോലും പലയിടങ്ങളിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ഹോട്ടലുകളിൽ പോലും ഗ്യാസിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ പോകും എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ അർബൻ ഏരിയ ഒഴിച്ച് കുറച്ചുകൂടെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഗ്രാമാന്തര പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ വിറക് പോലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഹോട്ടലുകളിലും ചെറിയ ചായക്കടകളിലൊക്കെ കാണുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അത് നഗരഹൃദയങ്ങളിൽ അത്ര അധികം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ നേരെ മറിച്ച് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ LP സ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകേണ്ടതുണ്ട്. അവിടെ ഗ്യാസിൻ്റെ ലഭ്യതയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നലെ അടക്കം നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. അക്കാര്യത്തിലെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രി, അതോടൊപ്പം തന്നെ സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രാഥമിക പരിഗണന നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശമായിട്ടുള്ളത്. ഇത് കൂടാതെയാണ് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ ലഭ്യത ഉറപ്പാക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ 1-2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ ഗ്യാസുകൾ എത്തിയിരുന്നെങ്കിൽ അതിൻ്റെ അളവിൽ ആ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഒരു 45 ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ 1 മാസം വീട്ടിൽ ഉപയോഗിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ വരുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇന്നലെ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ ചില പെട്രോൾ ബങ്കുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ കൊച്ചിയിലില്ല. അത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വലിയ ക്ഷാമം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഗ്യാസിൻ്റെ കാര്യത്തിലുള്ള ഒരു ആശങ്ക ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്ത് പറയണം. ശരി, ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലടക്കം ഈ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് നഗരമാണ്, മറ്റിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഹോട്ടലുകളൊക്കെ കൂടുതൽ ആശ്രയിക്കുന്ന ഇടമാണ്. അവിടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അജ്മൽ ദിറാറുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വിറകടുപ്പിലേക്ക് മാറുന്നു, വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ഈ വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനപ്പുറത്തേക്ക് പല ഹോട്ടലുകളും പൂട്ടുന്നു. എന്താണ് അജ്മൽ ഈ നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം? അപ്പോൾ ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യത്തിലാണല്ലോ വലിയ ഒരു മുറുക്കം നേരിടുന്നത്. അത് റീഫിൽ ചെയ്ത് കിട്ടുന്നില്ല, അതിനുള്ള സംവിധാനം ഏജൻസികളിലേക്ക് ആ സിലിണ്ടറുകൾ വരുന്നില്ല എന്നതാണ് പറയുന്നത്.
ഗൂഗിൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പാചകവാതകത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണത്തിലുണ്ടായ പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കൂടിയാണ്, ഒരു ഉപഭോക്തൃ നഗരം കൂടിയാണ്. ഇവിടെ ഈ പറയുന്ന ഹോട്ടലുകൾ, അതുപോലെ തന്നെ കേറ്ററിംഗ് സർവീസുകളൊക്കെ കടന്ന് ആശുപത്രി, ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി ക്യാൻറ്റീനുകളിലേക്ക് വരെ ഈ പ്രതിസന്ധി എത്തുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ തലസ്ഥാന ജില്ലയിലെ 10% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചു പൂട്ടിയിട്ടത് സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൂടാതെ പല ഹോട്ടലുകളും ഭാഗികമായോ ചില ഹോട്ടലുകൾ ഈ പറയുന്ന പോലെ വിറകടുപ്പിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയുടെ കാരണമെന്ന് പറയാൻ നമുക്കറിയാം, സംസ്ഥാനത്ത് 52% ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർവഹിക്കുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കൂടി വിലയിരുത്തലുകളുണ്ട്. കാരണം ഈ ഹോട്ടലുകളിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഈ പറയുന്ന സിലിണ്ടറുകൾ പൂർണ്ണമായും സ്റ്റോക്ക് തീർന്ന് അവർ പരിപൂർണമായും വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് തലസ്ഥാനത്തുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ പക്ഷേ ഈ ഹോട്ടൽ ഉടമകൾക്കായാലും കേറ്ററിംഗ് സർവീസ് ജീവനക്കാർക്കായാലും ഒക്കെ ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഈ മുൻഗണന നിശ്ചയിച്ച ശേഷം ആശുപത്രികൾ, അതോടൊപ്പം തന്നെ വൃദ്ധസദനങ്ങൾ, അതോടൊപ്പം സ്കൂളുകൾ, പൊതുശ്മശാനങ്ങൾ, ഇവിടെയൊക്കെ ആവശ്യത്തിന് കൃത്യമായി വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഇവിടെ കൃത്യമായി ഇവ എത്തിക്കണമെന്നും പ്രത്യേകിച്ച് ശ്മശാനങ്ങളുടെ പ്രവർത്തനമെന്നും ഒരു കാരണവശാലും ഈ പ്രതിസന്ധി ബാധിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കുകയും ഇതിൻ്റെ കരിഞ്ചന്തകൾ, പൂഴ്ത്തിവെപ്പുകളൊക്കെ തടയാനും സർക്കാർ കൃത്യമായി ഇടപെടണമെന്ന് കൂടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർദ്ദേശങ്ങളുടെയും ഈ യോഗങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി ഒരുപാട് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്നും തടയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോകും. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. അജി കുഞ്ഞുമോനുണ്ട്. അജി, ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് വന്ന ആശങ്കാജനകമായ വാർത്ത പെട്രോൾ പമ്പ് അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ്. ആ പ്രതിസന്ധികൾക്ക് അയവുണ്ടോ? എന്താണ് വടക്കൻ കേരളത്തിലുള്ള ഇന്നത്തെ സാഹചര്യം? ഇപ്പോൾ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പാചകവാതക ക്ഷാമം വലിയ തലത്തിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഹോട്ടലുകളിലെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വിതരണം നിലച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിൽ ഹോട്ടൽ ഉടമകൾ മാറിയിട്ടുണ്ട്. വിറകടുപ്പിലേക്കും ഒപ്പം തന്നെ ചിരട്ടയിലേക്കുമൊക്കെ ഹോട്ടലുകൾ മാറിയ വാർത്തകൾ തന്നെ ഇന്നലെ തന്നെ നമ്മൾ നൽകിയിരുന്നു. മാത്രമല്ല വടക്കൻ കേരളത്തിൽ പൊതുവെ വലിയ തലത്തിൽ ഈ നോയമ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ ഗ്യാസിൻ്റെ ആവശ്യകത ഏറ്റവും വേണ്ട ഒരു സമയമാണ്. അപ്പോൾ വലിയ തലത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വിവിധ അന്നദാന കേന്ദ്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സായിബാബ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ ഗ്യാസിൻ്റെ ലഭ്യത വലിയ തലത്തിൽ അത് ബാധിക്കുകയും ചെയ്തു. ചെറിയ കടകളിൽ പോലും നഗരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ കടകളിൽ പോലും വലിയ തരത്തിൽ ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ്, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇത് പരിഹരിക്കും എന്നാണ് ഈ ഗ്യാസ് വിതരണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത് ഏത് തലത്തിലാണ് അവർ പരിഹരിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കോഴിക്കോട് നഗരത്തിലെ പല ഹോട്ടലുകളിലും ഇന്നലെ ഉച്ചയൂണ് പോലും ഇല്ല എന്ന തരത്തിൽ ബോർഡ് വെക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ജോലിയെടുക്കുന്ന മേഖലകളിൽ ഇന്നലെ ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വിറകടുപ്പും ഒപ്പം തന്നെ ചിരട്ടയിലേക്കൊക്കെ മാറുമ്പോൾ തൊഴിലാളികൾക്ക് അതിൽ വൈദഗ്ധ്യം കുറവാണ്. അപ്പോൾ അത് സമയ ദൈർഘ്യം എടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്നലെ ഹോട്ടൽ ഉടമകളടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിറകടുപ്പിലേക്ക് മാറി പല ഹോട്ടലുകളും അടച്ചിടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. മാത്രമല്ല പെരുന്നാൾ വരാൻ സമയമായി, ഉടനെ തന്നെ പെരുന്നാൾ അടുത്ത ആഴ്ചയോടുകൂടെ തന്നെ വരും. അപ്പോൾ ഏത് തലത്തിൽ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏജൻസികളിൽ നിന്ന് പറയുന്നത് ഈ വിതരണം ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയും എന്ന് ഏജൻസികൾ പറയുന്നു. പക്ഷെ അത് ഏത് തലത്തിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി അജി, ഏതായാലും പ്രതിസന്ധി അങ്ങനെ തുടരുകയാണ്. പ്രത്യേകിച്ച് വാണിജ്യ സിലിണ്ടറുടെ കാര്യത്തിൽ, ഗാർഹിക സിലിണ്ടറിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും പ്രതിസന്ധി വരുന്നത് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. അതുടൻ തന്നെ പരിഹരിക്കപ്പെടും ഇടപെടലുകളിൽ എന്നാണ് സർക്കാരിന്റെ അടക്കം ഇന്നലെ നിവേദനങ്ങൾ കേന്ദ്രത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് പ്രതീക്ഷ വെക്കാം നമുക്ക്. ഏതായാലും ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായതിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് എ പത്മകുമാർ. തെറ്റ് ചെയ്തിട്ടില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കില്ല എന്നുമായിരുന്നു വിശദീകരണം. പ്രത്യേക ദൂതൻ വഴിയാണ് പാർട്ടിയെ എ പത്മകുമാർ നിലപാട് അറിയിച്ചത്. വിശദീകരണം തിങ്കളാഴ്ച ചേരുന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നടപടി വേണമെന്നത് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ജില്ലയിൽ നേരിട്ടു.
ആറന്മുളയിൽ സ്വന്തം നാട്ടിൽ, അതായത് പത്മകുമാറിൻ്റെ നാട്ടിലടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പ് പൊരിഞ്ഞ പോരാട്ടമാകുന്ന ഉറപ്പാണ്. അപ്പോൾ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ആ ചോദ്യത്തിന് ഈ വീട് കയറുമ്പോൾ മറുപടി പറയാൻ വിയർക്കേണ്ടി വരും പാർട്ടിയല്ലേ? ഗോകുൽ, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പത്മകുമാറിനെതിരെ പാർട്ടിയുടെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി വളരെ വേഗം തന്നെ ഇനി ഒട്ടും വൈകാതെ പത്മകുമാറിന് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതിന്റെ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിൽ നിന്ന് വിശദീകരണം തേടാൻ ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാകുന്നു, അറസ്റ്റിലായി ജയിൽവാസം ജയിലിലാകുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ജില്ലാ നേതൃത്വം തപാലിലൂടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിനോട് വിശദീകരണം ചോദിച്ചത്. ഈ വിശദീകരണത്തിനാണ് പ്രത്യേക ദൂതൻ വഴി ഇപ്പോൾ പത്മകുമാർ മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പത്മകുമാർ പറയുന്നത് താൻ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ നേതൃത്വം പത്മകുമാറിന് തപാലിലൂടെ കത്തയച്ചത്. അതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് പത്മകുമാർ ആവർത്തിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തനിക്കൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലായ പല ആളുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്, അവരും തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ തന്നെ ഇതിൽ കുടുക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ച കത്തിലുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി ചർച്ച ചെയ്യാനായിട്ട് തിങ്കളാഴ്ച നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തിങ്കളാഴ്ച 16-ാം തീയതി ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും പത്മകുമാറിന്റെ ഭാവി എന്താണ്, CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ട് പത്മകുമാറിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു നിർണായകമായിട്ടുള്ള ജില്ലാ സെക്രട്ടറി യോഗമായിരിക്കും തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ചേരുക. അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരെ നടപടി വേണം എന്നുള്ളത് ജില്ലയിലെ തന്നെ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ നാളായിട്ടുള്ള ആറന്മുളയിലടക്കം ഇത്തവണ രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെ കാണപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ പത്മകുമാർ ഇടയാക്കരുത്. അപ്പോൾ ആ രീതിയിൽ പത്മകുമാറിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് പൊതുവിൽ ഉയർന്ന അഭിപ്രായമാണ്. അങ്ങനെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ജില്ലയിലെ രാഷ്ട്രീയ സ്വാധീന വ്യക്തി തന്നെ പറയുകയും ചെയ്തു. എന്തായാലും തിങ്കളാഴ്ചയാണ് നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം. തീർച്ചയായും പത്മകുമാറിനെതിരെ നടപടി എടുക്കാതെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധത്തിന് ഇടയില്ല, അല്ലെങ്കിൽ ഒരു വാദത്തിന് ശക്തി പോകും എന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ CPM നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച തന്നെ ഒരു നടപടി പ്രതീക്ഷിക്കാമെന്നാണ് വരുന്ന സൂചനകൾ. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. അമേരിക്കയിലെ മിഷിഗണിൽ വെസ്റ്റ് ബ്ലൂംഫീൽഡ് ടൗൺഷിപ്പിലെ ജൂത പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സിനഗോഗിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:19 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് സിനഗോഗിൽ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. മിഷിഗൺകാരനായ ലബനോൻ വംശജനായ വ്യക്തിയാണ് അക്രമി. ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ജൂത പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇപ്പോഴുള്ള പശ്ചിമേഷ്യൻ സംഘർഷവുമായൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ദിൽന, ജൂത സമൂഹത്തിനെതിരെ 2024 മുതൽ തന്നെ വലിയ തോതിൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ പല ഭാഗത്തും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ FBI പോലുള്ള ഏജൻസികൾ തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ ഇറാനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് പ്രാദേശിക സമയം 12 മണിയോടുകൂടി മിഷിഗണിലെ പ്രമുഖ ജൂത ആരാധനാലയമായ ടെമ്പിൾ ഇസ്രായേലിൽ ഈ സംഭവം നടക്കുന്നത്. ഒരു റൈഫിൾ കൈവശം വെച്ചിരുന്ന അക്രമി അതിവേഗം തന്റെ ട്രക്ക് ഈ സിനഗോഗിന്റെ ഹാളിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ സമയത്ത് ഈ കെട്ടിടത്തിനുള്ളിൽ ഏതാണ്ട് 140ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ അക്രമിയെ ഉടൻ തന്നെ സിനഗോഗിലെ സുരക്ഷാ ജീവനക്കാർ നേരിട്ടു. ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിൽ ഈ അക്രമി പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. എന്നാൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ വലിയ പരിക്കുകളൊന്നുമില്ലാതെ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഈ പരിസരത്തെത്തിയ 30ഓളം പോലീസുകാർ ഈ പുക ശ്വസിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് വീണ്ടും യോഗം ചേരും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് യോഗം.
സിറ്റിംഗ് MLA-മാർ അടക്കം ഏറ്റവും വിജയസാധ്യതയുള്ള 31 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക നേരത്തെ അംഗീകരിച്ചിരുന്നു. തിങ്കളാഴ്ച വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്നേക്കും. ഭൂരിഭാഗം സീറ്റുകളിലും തിങ്കളാഴ്ചയോടെ തീരുമാനമുണ്ടാകും. അതിനിടെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കെ സുധാകരൻ MP-യെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഫ്ളാറ്റിലെത്തി കണ്ടു. അടൂർ പ്രകാശുമായും സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി. അനുനയ ശ്രമത്തിന്റെ ഭാഗമാണ് കൂടിക്കാഴ്ചയെന്നാണ് വിവരം. MP-മാർ മത്സരിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്ന് KPCC അധ്യക്ഷൻ ഇരുവരെയും ധരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുക. ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ ആലോചിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കുമെന്ന സൂചനയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് CPIM-ന്റെ തീരുമാനം. പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാനുള്ള ഇടതുമുന്നണി യോഗത്തിന്റെ തീയതിയും ഇന്ന് നിശ്ചയിക്കും. തിരുവനന്തപുരം കോവളം സീറ്റ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് LDF-ൽ ഘടകകക്ഷിയായ ISJD-യുമായി CPIM ഉഭയകക്ഷി ചർച്ച നടത്തും. കോവളം സീറ്റിൽ RJD-യും അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിലാണ് പൊതുസ്വതന്ത്രനെ അണിനിരത്തുന്ന കാര്യം CPIM പരിഗണിക്കുന്നത്. കോവളത്തിന് പുറമെ ISJD മത്സരിക്കുന്ന അങ്കമാലി സീറ്റ് ഏറ്റെടുക്കുന്നതും ചർച്ചയിൽ വരും. അങ്കമാലിക്ക് പകരം ISJD-ക്ക് ഏതെങ്കിലും സീറ്റ് നൽകും എന്നതും പരിഗണനയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് പട്ടിക അന്തിമമായത്. ഇനി പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. 50ഓളം സ്ഥാനാർത്ഥികളെയായിരിക്കും ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിക്കുക. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, R. ശ്രീലേഖ തുടങ്ങിയവർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിക്കും. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തിരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും? ജനമനസ്സറിയാൻ 24 നടത്തുന്ന ഈ അഭിപ്രായ സർവേയിൽ പ്രേക്ഷകർക്കും പങ്കെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ജനമനസ്സറിയുകയാണ് 24 ഡിജിറ്റൽ സർവേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും വിവാദ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടുകളും രേഖപ്പെടുത്തുകയാണ് അഭിപ്രായ സർവേയിലൂടെ 24. കേരളത്തിൽ ഭരണത്തിലെത്തുക ഏത് മുന്നണി? ആരാകും അടുത്ത മുഖ്യമന്ത്രി? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ വിവാദങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടറിയുകയാണ് സർവേയിലൂടെ. വോട്ടേഴ്സ് ആർക്കൊപ്പം നിൽക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ട്രാക്കർ 24-ന്റെ ഡിജിറ്റൽ സർവേ. സർവേയിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്യാം. മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. ന്യൂസ് ഡെസ്ക് 24. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകും. തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുവന്ന നോട്ടീസിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നു. ലോക്സഭയിൽ 193 പ്രതിപക്ഷ MP-മാരും രാജ്യസഭയിൽ 63 MP-മാരും നോട്ടീസിൽ ഒപ്പുവച്ചിട്ടുണ്ട്. നോട്ടീസ് പാസ്സാകാൻ സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നൽകുന്നത്. അതേസമയം LPG പ്രതിസന്ധി ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പാചകവാതക സിലിണ്ടർ ക്ഷാമത്തിനിടെ ബംഗളൂരുവിൽ സിലിണ്ടർ മോഷണമെന്ന് പരാതി. നഗരത്തിലെ നാഗർഭാവി, ചന്നപട്ടണ എന്നിവിടങ്ങളിലെ വീടുകളിൽ നിന്ന് സിലിണ്ടർ മോഷണം പോയെന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജു, സ്വർണത്തേക്കാൾ വില ഗ്യാസ് സിലിണ്ടറുകൾക്കുണ്ടാകുന്ന ഒരു കാലം അത്രത്തോളം ക്ഷാമം നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? ബംഗളൂരു നഗരത്തിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി ആദ്യമായിട്ട് രൂക്ഷമായത്. പല ഹോട്ടലുകളും ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. നഗരത്തിലെ 50%-ലധികം ഹോട്ടലുകളും അടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാർഹിക സിലിണ്ടറും കിട്ടാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ബുക്ക് ചെയ്തതിനു ശേഷം 5-6 ദിവസങ്ങൾ ഇടവേളയിലാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടർ ലഭിക്കുന്നത്. നേരത്തെ ഒരു ദിവസത്തെ ഇടവേള ലഭിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് ഇവർ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് അതായത് വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിണ്ടറുകൾ മോഷണം പോയെന്നുള്ള പരാതികൾ വന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും നാഗർഭാവി, ചന്നപട്ടണ എന്നീ 2 സ്ഥലങ്ങൾ 2 ജില്ലകളിൽ
ഹോട്ടലിലെ വിവിധ വീടുകളിൽ നിന്നുള്ള ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഗ്യാസ് സിലിണ്ടറുകൾക്ക് വലിയ തോതിൽ വിലയായിരിക്കുകയാണ്. 5000 മുതൽ 7000 രൂപ വരെയാണ് ഒരു സിലിണ്ടറിന്റെ വില ബംഗളൂരു നഗരത്തിൽ മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ സാഹചര്യം ഇപ്പോൾ ചിലർ മുതലെടുക്കുകയാണ്. വലിയ തോതിൽ ഗ്യാസ് സിലിണ്ടർ പൂഴ്ത്തിവെക്കുന്നതോടൊപ്പം തന്നെ ചിലർ വീടുകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. പക്ഷേ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ബാംഗ്ലൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ മോഷണം കൂടി വന്നിരിക്കുന്നത്. ശരി, സജീവ് ചാമക്കാലയിലാണ് വിവരം നൽകിയത്. ബംഗളൂരു നഗരത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ ഔട്ടറിലുള്ള പട്ടണങ്ങളാണ് ഈ പറഞ്ഞ ചന്നപട്ടണയൊക്കെ. അവിടെയാണ് ഈ മോഷണം. ആദ്യം ഹോട്ടലുകൾ അടഞ്ഞതും ബംഗളൂരുവിലായിരുന്നു. വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നത് നമുക്ക് തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. സാഹചര്യമാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ വഴിയില്ലെങ്കിൽ സകല വഴിയും എടുക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു. അത് നല്ല വഴി അല്ലെങ്കിൽ പോലും. വയനാട് പുൽപ്പള്ളിയിൽ ഗാർഹിക സിലിണ്ടർ വിതരണം താളം തെറ്റിയതോടെ ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായി. ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് ഏജൻസി ഓഫീസിൽ അനുഭവപ്പെട്ടത്. ആവശ്യത്തിന് സിലിണ്ടറുകൾ കമ്പനിയിൽ നിന്ന് എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഏജൻസി അധികൃതർ പറയുന്നു. ഗാർഹിക സിലിണ്ടർ വിതരണം തടസ്സപ്പെട്ടതോടെ പുൽപ്പള്ളി ടൗണിലെ ഏജൻസി ഓഫീസിന് മുന്നിൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ക്യൂ നിന്നാൽ പോലും ഗ്യാസ് ലഭിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ. പിന്നെ ഈ ലൈനിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഡെലിവറി കോഡ് ഉണ്ടാവില്ല. നേരിട്ട് ഓഫീസിൽ വന്നിട്ട് പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി കോഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗ്യാസ് കാലിക്കുറ്റി അടക്കം ഓഫീസിൽ വന്നു കഴിഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ. അത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാധാരണ നിലയിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഗ്യാസ് ബുക്ക് ചെയ്താൽ ഡെലിവറി കോഡ് കൂടി ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ആ ഡെലിവറി കോഡിനായി ഏജൻസി ഓഫീസിലേക്ക് എത്തേണ്ട സാഹചര്യമാണ്. അതേസമയം ദിവസേന 3 ലോഡ് വന്നിരുന്നയിടത്ത് 1 ലോഡ് മാത്രമാണ് എത്തുന്നതെന്ന് ഏജൻസി അധികൃതർ. 100 സിലിണ്ടർ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് അതിനേക്കാൾ 3 ലക്ഷം ഇവിടെ 300 ആളുകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തം 300 സംഖ്യ ആൾക്കാർ വന്ന് മൊത്തം പ്രശ്നമാക്കുന്നത്. ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് തടസ്സം നേരിടാതെ ശ്രദ്ധിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് പ്രതിസന്ധി. 24 വയനാട്. രാജ്യത്തെ LPG ക്ഷാമം അന്നദാനം നടത്തുന്ന സ്ഥാപനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സായിബാബ സെന്ററിലെ അന്നദാനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിത്യേന 400ഓളം പേർക്ക് ആശ്രയമായിരുന്ന ഈ കേന്ദ്രത്തിലെ പ്രഭാത ഭക്ഷണ വിതരണവും നിലച്ചു. ഈ ബോർഡ് ആദ്യമായിട്ടാണ് സായിബാബ സെന്ററിന്റെ മുന്നിൽ പതിപ്പിക്കുന്നത്. വർഷങ്ങളായി വിശക്കുന്നവന്റെ മുന്നിൽ സായിബാബ സെന്ററിന്റെ വാതിൽ ഒരിക്കലും അടയാറില്ല. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം, അതാണ് കോഴിക്കോട് സായിബാബ സെന്ററിന്റെ ദൗത്യം. എന്നാൽ LPG ക്ഷാമം ഈ കാരുണ്യ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിരിക്കുകയാണ്. വർഷങ്ങളായി എല്ലാ വ്യാഴാഴ്ചയും നൽകി വരുന്ന പ്രഭാത ഭക്ഷണം പോലും നിർത്തിവെച്ചു. വർഷങ്ങളായി തുടർച്ചയായി ദിവസേന അന്നദാനം നടത്തിപ്പോരുന്നൊരു സ്ഥാപനമാണ് കല്ലായിരോട് സായിബാബ മിഷൻ. ഞങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ദിവസവും 400-ലേറെ പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സ്ഥാപനത്തിന് നിരവധി സിലിണ്ടറുകൾ ആവശ്യമാണ്. ദിവസങ്ങളായി ബുക്ക് ചെയ്തിട്ടും ലഭിക്കാത്ത അവസ്ഥയാണ്. ആശുപത്രികളിലെത്തുന്ന കൂട്ടിരിപ്പുകാരും നഗരത്തിലെ പാവപ്പെട്ടവരും ഈ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത്. വിറകടുപ്പിലേക്ക് മാറാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നഗരമധ്യത്തിലെ ഈ കേന്ദ്രത്തെ വലയ്ക്കുന്നുണ്ട്. LPG ക്ഷാമം ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരന് ആശ്രയമായ അന്നദാന കേന്ദ്രങ്ങൾ വരെ പൂട്ടേണ്ടി വരുന്നത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. പിന്നെ ഇത് കേട്ടപ്പോൾ ഓർത്ത് കോവിഡ് കാലത്ത് പോലും ഭക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് കമ്മ്യൂണിറ്റി കിച്ചണും ക്ലൗഡ് കിച്ചൺ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതേ നോക്കൂ, ഒരു യുദ്ധം വന്നപ്പോൾ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥ, അശരണർക്ക് പോലും ഭക്ഷണം കിട്ടുന്ന ഒരിടമാണ് അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുന്നത്. എത്ര ഗുരുതരമാണ് സാഹചര്യം എന്നാണ് ഓർക്കേണ്ടത്. പാചകവാതക പ്രതിസന്ധി മറികടക്കാൻ റോക്കറ്റ് അടുപ്പുമായി പാലക്കാട്ടെ ഹോട്ടലുകൾ. പാലക്കാട് നഗരത്തിലെ പ്രമുഖ കേറ്ററിംഗ് സ്ഥാപനമായ ടോപ്പിംഗ് ടൗൺ ആണ് റോക്കറ്റ് അടുപ്പ് കൊണ്ട് പാചകം ചെയ്യുന്നത്. പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷമായതോടെ പ്രതിസന്ധി മറികടക്കാനാണ് പാലക്കാട്ടെ ചില ഹോട്ടൽ കാറ്ററിംഗ് ഉടമകൾ ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച റോക്കറ്റ് അടുപ്പ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. പാചകവാതക സിലിണ്ടർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന അതേ വേഗത്തിൽ റോക്കറ്റ് അടുപ്പിലും പാചകം ചെയ്യാം. പാചകവാതകത്തിന്റെ ഉപയോഗം ഇതുമൂലം കുറയ്ക്കാൻ കഴിയുമെന്ന് ടോപ്പിംഗ് ടൗൺ ഉടമ നടരാജൻ പറഞ്ഞു. ഈ വിറകടുപ്പ് റോക്കറ്റ് അടുപ്പ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഹീറോഡിനടുത്തുള്ള പള്ളിപ്പാളയം പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്. അതുപ്രകാരം നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ നല്ല മെച്ചം കണ്ടു. എന്നുവെച്ചാൽ ഗ്യാസിൻ്റെ ഒരു 90%, 85% വരെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റി.
ഓട്ടോമാറ്റിക്കായിട്ട് തീ കത്തിക്കഴിഞ്ഞാൽ ഒരു ബ്ലോവർ കൊടുക്കും വേണം, വലിയ ഒരു ബ്ലോവർ കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അത് വളരെ നല്ല ഫോഴ്സുണ്ട്. ഗ്യാസിൻ്റെ സെയിം ഉപയോഗം നമുക്ക് അതിൽ പറ്റും. എന്നാൽ മറ്റിടങ്ങളിലേക്ക് റോക്കറ്റ് അടുപ്പ് പെട്ടെന്നെത്തിച്ച് പാചകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിലവിൽ ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സ്ഥിതി ഗുരുതരമാവും. അടുപ്പില്ലാത്ത ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, ലഘുഭക്ഷണശാലകൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലെത്തും. 24 പാലക്കാട്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 6 നിന്ന് 5 ആക്കി കുറയ്ക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. ഇത് സംബന്ധിച്ച് നേരത്തെ സർവീസ് സംഘടനകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പ്രവൃത്തി ദിനം 5 ദിവസമാകുമ്പോൾ രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ അധിക സമയം ജോലി ചെയ്ത് ക്രമീകരിക്കാനാണ് ഉയർന്നു വന്ന നിർദ്ദേശം. ഇതിനോട് സർവീസ് സംഘടനകൾ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അടുത്തയാഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അവസാനത്തെ മന്ത്രിസഭാ യോഗമായിരിക്കും ഇന്ന് ചേരുക. ഇല്ലെങ്കിൽ 16-ന് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അടക്കം 6ഓളം ഹർജികളാണ് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. അന്താരാഷ്ട്ര ബന്ധം അടക്കം ആരോപിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യമെന്നാൽ നിലവിലുള്ള SITക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസിന്റെ സമരത്തിനെതിരെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത് എന്നും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും സർക്കാരിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കും. എസ്മ പ്രയോഗിക്കണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. തെരുവിൽ കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി മലബാർ ഗ്രൂപ്പ് നടപ്പാക്കി വരുന്ന മൈക്രോ ലേണിംഗ് സെന്ററുകൾ രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാർ ഇതര വിദ്യാഭ്യാസ സന്നദ്ധ സംഘടനകളിലൊന്നായ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി കൈകോർക്കുന്നു. ഇത് സംബന്ധിച്ച് മലബാർ ഗ്രൂപ്പും തണൽ സന്നദ്ധ സംഘടനയും പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും ധാരണാപത്രം ഒപ്പുവച്ചു. കോഴിക്കോട്ടെ മലബാർ ഗ്രൂപ്പ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ O അഷർ, പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ പ്രീതി പാണ്ഡെ, തണൽ ചെയർമാൻ ഡോക്ടർ V ഇദ്രീസ്, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, മലബാർ ഗ്രൂപ്പ് പബ്ലിക് അഫയേഴ്സ് ഹെഡ് UV ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം മൈക്രോ ലേണിംഗ് സെന്ററുകളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന നാഴികക്കല്ലാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. കേരളത്തിലെ ഏക ഉറുദു പള്ളിയായ പാലക്കാട് ഡയറ തെരുവിലെ ഹനഫി ഉറുദു ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുകയാണ്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിലെ ഉറുദു പ്രഭാഷണം മുതൽ വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം വരെ ഇവിടെ വേറിട്ട രീതിയാണ്. പാലക്കാട് നഗരത്തിലെ ഡയറ സ്ട്രീറ്റിലാണ് ഉറുദു പള്ളിയെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഹനഫി ഉറുദു ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സേനയിലെ പടയാളികളായി ശ്രീരംഗപട്ടണത്തു നിന്നും പാലക്കാട് എത്തിയവരുടെ പിന്മുറക്കാരാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഡയറ തെരുവിൽ താമസിക്കുന്നവർ. തെരുവിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ ആശയവിനിമയം നടത്തുന്നത് ഉറുദു ഭാഷയിലാണ്. പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ മാത്രം ഇവർ മലയാളത്തിൽ സംസാരിക്കും. എന്നാൽ ഇവർക്കിടയിൽ ഉറുദുവിൽ മാത്രമാണ് പരസ്പരം സംസാരിക്കാറുള്ളത്. പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ഉറുദുവിൽ തന്നെ. നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിന്ന് വന്ന അവരെ കൂടെ വന്നവരാണ്. എന്നിട്ട് ഞങ്ങളിവിടെ സെറ്റിലായി. മൈസൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മുടെ പൂർവികരൊക്കെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഉറുദു ഈ ഏരിയയിലാണ് ഉറുദു സ്പീക്കിംഗ് ഉള്ള മുസ്ലിങ്ങളുള്ളത്. ഉറുദു, അറബി ഇതിലാണ് ഞങ്ങളുടെ പ്രാർത്ഥന കംപ്ലീറ്റ്. പ്രസംഗങ്ങൾ കംപ്ലീറ്റ് ഉറുദുവിലാണ്. റമദാൻ വ്രതനാളുകളിൽ ഡയറ തെരുവിലുള്ളവർ പള്ളിയിൽ ഒരുമിച്ചെത്തിയാണ് നോമ്പ് തുറക്കുന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഏറെ പ്രത്യേകതകളുള്ള ജീവിത രീതിയെ ഡയറ തെരുവിലുള്ളവർ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ നൽകുന്ന ജീരകക്കഞ്ഞിക്കും ഉത്തരേന്ത്യൻ രുചിയുണ്ടെന്ന് നാട്ടുകാർ പറയാറുണ്ട്. പൂർവികർ നൽകിയ സ്വത്തം കാത്തുസൂക്ഷിച്ചാണ് ഡയറ തെരുവിലുള്ളവർ ഇന്നും ജീവിക്കുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ആർടെമിസ് 2 ചാന്ദ്രദൗത്യം ഏപ്രിൽ 1 നടക്കുമെന്ന് നാസ അറിയിച്ചു. 50 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമാണ് ആർടെമിസ് 2. ബഹിരാകാശ യാത്രികരെ വഹിക്കുന്ന ഓറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് മടങ്ങി വരുന്നതാണ് ആർടെമിസ് 2 ദൗത്യത്തിൽ നടപ്പാക്കുക.
രണ്ടു വട്ടം ഇന്ധന ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർട്ടിമിസ് 2 ദൗത്യം ഏപ്രിലിലേക്ക് മാറ്റിയത്. തകരാർ പരിഹരിച്ച SLS റോക്കറ്റ് മാർച്ച് 19 ലോഞ്ച് പാഡിലേക്ക് മാറ്റും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരടങ്ങിയ 4-അംഗ സംഘമാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 47,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി അസമിൽ തുടക്കം കുറിക്കുന്നത്. 4,300 കോടിയുടെ വിവിധ ഹൈവേ വികസന പദ്ധതികൾ കൊക്രജാറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമൃത് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 3 ട്രെയിൻ സർവീസുകൾക്കും അദ്ദേഹം ഇന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. മുള്ളൻ പന്നിയെ അടിച്ചു കൊന്ന കേസിൽ ഒളിവിൽ പോയ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായ വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വീട്ടിൽ കയറിയ മുള്ളൻപന്നിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തും മുമ്പ് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊന്നെന്നാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാത്തത് വിവാദമായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന വെള്ളനാട് ശശി ഇന്നലെ സെക്രട്ടേറിയറ്റിലും എത്തിയിരുന്നു. പുണ്യകാലമായ റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10-ലെ ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികൾക്ക് ഇനി ഏറെ ശ്രേഷ്ഠമാണ്. ദൈർഘ്യമേറിയ രാത്രികാല നമസ്കാരങ്ങൾ കൊണ്ടും മസ്ജിദുകളിൽ ഭജനമിരുന്നും സൽക്കർമ്മങ്ങൾ ചെയ്തുമെല്ലാം പുണ്യം നേടുകയാണ് വിശ്വാസികൾ. കാരുണ്യത്തിന്റെ ആദ്യത്തെ 10-ലും പാപമോചനത്തിന്റെ 2-ാം 10-ലും ആർജിച്ച ആത്മീയോർജ്ജം കൈമുതലാക്കി വിശ്വാസികൾ ഒടുവിലത്തെ 10-ലെ നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നീങ്ങുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട ദിനരാത്രങ്ങൾ വിശിഷ്ടം, ഇനി വരാനുള്ളതോ അതിവിശിഷ്ടം. അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലേക്കാണ് ഇനി വിശ്വാസ ലോകം കടന്നു ചൊല്ലാനിരിക്കുന്നത്. ഓരോ ഒറ്റരാവുകളിലും വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അസുലഭ സുന്ദര മുഹൂർത്തങ്ങളാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്രതാനുഷ്ഠാനികളായി പള്ളിയിൽ ഭജനമിരുന്ന് വിശുദ്ധ ഖുർആന്റെ ഖത്മുകളുടെ സഫര്യകൾ തീർത്ത് അള്ളാഹുവോട് അടുക്കുന്ന ആത്മീയ ഉത്കർഷേച്ഛ കൈവരിക്കുന്ന മനുഷ്യനെ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പെരുത്ത് പ്രിയങ്കരമാണ്. ഗതകാലങ്ങളിൽ ചെയ്തു പോയ ദുശ്ചെയ്തികൾ ഏറ്റുപറഞ്ഞ് ക്ലീൻ കൺഫഷൻ നടത്തി സജല നയനങ്ങളോടെ റബ്ബിലേക്ക് അടുക്കുമ്പോൾ അവരുടെ വിനീത വിധേയത്വവും മറ്റും കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് മലക്കുകൾ വരുന്നത്. ആ കെട്ടകാലത്ത് യുദ്ധക്കൊതിയന്മാരുടെ യുദ്ധവെറി തീർന്നില്ലെങ്കിൽ, അവരുടെ യുദ്ധവെറിക്ക് അറുതി വന്നിട്ടില്ലെങ്കിൽ ലോകം വറുതിയുടെ കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതില്ലാതാവാൻ വേണ്ടി ഈ പവിത്ര ധന്യമായ ദിനരാത്രങ്ങളിൽ വിശ്വാസ ലോകം ഒന്നാകാം. ഈ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ശാന്തിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവാസ ലോകത്തുള്ളവർ പ്രത്യേകിച്ചും നാട്ടിലുള്ളവർ പൊതുവിലായും പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ഒന്നിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മക്ക ഹറമും ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മദീന ഹറമും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പള്ളികളും വീടുകളും ഇനി രാവ് പകലാകുന്ന വെളിച്ചമൊഴിയാത്ത ദിനരാത്രങ്ങളുടേതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളാൽ നാഥനോട് ഏറ്റുപറഞ്ഞ് പാപമോചനവും പരലോകമോക്ഷവും നരകമുക്തിയും സ്വർഗലബ്ധിയും നേടിയെടുക്കുകയാണ് വിശ്വാസികൾ. പ്രവാസ ലോകത്തെ ജീവിത തിരക്കുകൾക്കിടയിലും തങ്ങളിലേക്ക് എത്തിയ ഈ പുണ്യ നിമിഷാർത്ഥങ്ങളെ ആരാധനകൾ കൊണ്ട് പവിത്രധന്യമാക്കുകയാണ് പ്രവാസി വിശ്വാസികളും. ലോകത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതകളും ആശങ്കകളുടെ കാർമേഘങ്ങളുമെല്ലാം പോയി മറയാനും നല്ല നാളേക്ക് വേണ്ടിയുമെല്ലാം വിതുമ്പുന്ന ചുണ്ടുകളാൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇവർ മനമൊരുകി പ്രാർത്ഥനയിൽ അലിയുകയാണ്. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.